എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 28 തീയതിയാണ്. അതേപോലെ ഇംഗ്ലീഷ് മാസം 12/1/2026 തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല ഒരു ദിവസമാണ്. ഇന്ന് ഏറ്റവും തിരക്കേറിയ ദിവസമായിരിക്കുമല്ലോ. പൊതുവെ അങ്ങനെയാണ്. ഇന്ന് ഓഫീസുകളും സ്കൂളുകളും ഒക്കെ തുറന്ന് എല്ലാവരും നെട്ടോട്ടം പിടിക്കുന്ന ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും മുൻപോട്ട് പോവുക. എല്ലാവർക്കും പൊതുവിൽ കാലം വിപരീതഫലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗ്രഹനിലകൾ അത്ര തന്നെ ഉചിതമായിരിക്കുകയില്ല. ഈ മാസം രാവിലെ മുഹൂർത്തങ്ങൾ തന്നെ ഇല്ല. അതുകൊണ്ട് എല്ലാവരും വാഹനമോടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. പൊതുവായ ഒരു നിർദ്ദേശമാണ് ഇത്. ഇന്ന് നമുക്ക് ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്ന് കാത്തിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ദിവസമായിരിക്കും. ധാരാളം ധനം വന്നു ചേരാനും അതേപോലെ ഉച്ചയ്ക്ക് ശേഷം ചിലവ് വർദ്ധിക്കാനും സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുകയും മേലധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക സുഖം അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ധൃതി വെച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. എപ്പോഴും 2-3 പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കുക. കാരണം എന്തെന്നാൽ 7.5 ശനി 12 നിൽക്കുകയാണ്. ബുദ്ധിപരമായ കാര്യങ്ങൾക്കൊരു മങ്ങൽ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആ ദിവസത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായിപ്പോയോ എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സാഹചര്യങ്ങൾ തെളിഞ്ഞു വന്നേക്കാം. സന്താനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലീകരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ സന്താനങ്ങളുടെ പരീക്ഷാ വിജയം, അഡ്മിഷൻ, ഇതൊക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നതൊഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരുപാട് അനുഭവങ്ങളാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കാതെ ഇരിക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മുൻകരുതലുകൾ എടുക്കുക. ജീവിതത്തിൽ നേടാൻ സാധ്യതയുള്ള പല കാര്യങ്ങൾക്കും ഇന്നൊരു അടിവരയിടുന്ന ദിവസമാണ്. കാരണം ഇന്നത്തെ ദിവസം അതിന് ഉള്ള വഴി തെളിയുന്ന ദിവസമായിരിക്കും. വസ്തു കച്ചവടത്തിന് ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക്, കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനിരിക്കുന്നവർക്ക്, പുതിയ സ്ഥാപനം തുടങ്ങാനിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, നിയമപാലകർക്ക്, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വിപരീത ഫലങ്ങളാണ് ഉണ്ടാവുക. വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അവരവരുടെ ഉചിതമായ രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുകയും അവരവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഈശ്വര സങ്കല്പത്തെ ആരാധിക്കുകയുമൊക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ദേഹാസ്വാസ്ഥ്യം മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഇന്നത്തെ ദിവസം പുതിയ ചികിത്സാ രീതികൾ തെളിഞ്ഞു വരുന്നതാണ്. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ചികിത്സ ലഭിക്കുന്നതോടൊപ്പം പുതിയ ഏതെങ്കിലും രീതിയിലൂടെ രോഗശമനത്തിന് മാർഗം കണ്ടെത്തുന്നതുമാണ്. മാതാപിതാക്കൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അവരോടൊത്ത് സന്തോഷം പങ്കുവയ്ക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനുകൾ അനുകൂലമായ രീതിയിൽ വരുന്നതായി കാണാം. സ്ഥലമാറ്റത്തിന് സാധ്യത ഉണ്ടെന്ന് ഭയക്കുന്നവർക്ക് സ്ഥലമാറ്റം വേണ്ടി വരില്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും സർക്കാരിൽ നിന്നുള്ള പ്രമോഷനുകൾ അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വാഹനം വാങ്ങുവാനോ പുതിയ വാഹനം സ്വന്തമാക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്.
ഇന്ന് ഏറ്റവും ഉചിതമായൊരു വാഹനം തിരഞ്ഞെടുക്കുവാനും സാധ്യത കാണുന്നു. പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് വച്ച് വാഹനം നിന്നു പോകാനോ അല്ലെങ്കിൽ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനോ യാത്ര തടസ്സപ്പെടുവാനും ഒക്കെ സാധ്യത കാണുന്നു. സന്താനങ്ങൾക്കുണ്ടായിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ദിവസമായിരിക്കും ഇത്. സന്താനങ്ങളുടെ അഭിവൃദ്ധി ഓർത്ത് അഭിമാനം കൊള്ളുവാൻ ഉതകുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. എഴുത്തുകാർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ, ചാൻസുകളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കത്തിലോട്ട് പോയ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇന്ന് അനുകൂലമായ ചില വഴികൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആണ് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നത്. പുതിയ സെലക്ഷനുകൾ, പുതിയ വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ധാരാളം കാര്യങ്ങൾ നടന്നേക്കാൻ സാധ്യതയുണ്ട്. പൊതുവേ ഉള്ള മടി, അലസത, അല്ലെങ്കിൽ ചഞ്ചലത്വം, മനസ്സിൻ്റെ ഉറപ്പില്ലായ്മയൊക്കെ ഇന്ന് ശമിക്കുന്നതാണ്. ഇന്ന് സ്വന്തമായൊരു വഴി തിരഞ്ഞെടുക്കാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. പുതിയ പഠനമാർഗം നിർദ്ദേശം ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ പാതയിലേക്കോ പുതിയ ഒരു മേഖലയിലൊക്കെ മാറാനായി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൂലം അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സുഖഭോജനം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കൂട്ടുകാരുടെയോ അല്ല സുഹൃത്തുക്കളുടെയോ സഹായം മൂലം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നു. അതേപോലെ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും സബലീകരിക്കുവാൻ കമിതാക്കൾക്ക് സാഹചര്യം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന് അയവ് വരുന്ന ദിവസമാണ്. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുകയും പുതിയ സുഹൃത്തുക്കളുമായി കൂട്ടുകെട്ടുകൾ ഉറപ്പിക്കുകയും അവരിൽ നിന്ന് ആനുകൂല്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സിൽ ഒപ്പിടാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായം ലഭിക്കുവാൻ സ്ഥിരമായി ക്രോണിക് ഡിസീസ് ഉള്ളവർക്ക് സാധിക്കുന്ന ഒരു ദിവസമാണ്. ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. സ്വന്തമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും സമാധാനപരമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പഴയ സുഹൃത്തുക്കൾ തിരിച്ചു വരുവാനും സഹായഹസ്തങ്ങൾ നീട്ടുവാനും ഒക്കെ സാധ്യതയുണ്ട്. വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടായി ബുദ്ധിമുട്ടുകളായി ഇരിക്കുന്നവർക്കൊക്കെ ഇന്ന് ആശ്വാസകരമായ തീരുമാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. കാർഷിക രംഗത്തും വലിയ മെച്ചമൊന്നും കാണുന്നില്ല. കച്ചവടക്കാർക്ക് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരയര. കന്നിക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം കടം കൊടുക്കാനോ കടം വാങ്ങാനോ പറ്റിയ ഒരു ദിവസമായിരിക്കുകയില്ല. പണം കടം കൊടുക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ വയ്ക്കേണ്ട ഒരു തത്വമുണ്ട്. പുസ്തകം വിത്തം കന്യാ പരഹസ്തഗതം ഗതം അഥവാ ആഗതമായിടിൽ ഖണ്ഡശ്ച ജീർണശ്ച ഭ്രഷ്ടശ്ച എന്നാണ് അർത്ഥവാക്യം. അതായത് പുസ്തകമോ ധനമോ കന്യകയോ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്നത് അത്ര ഗുണകരമല്ല. അത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അഥവാ തിരിച്ചു കിട്ടിയാൽ പുസ്തകമാണെങ്കിൽ ജീർണിച്ചാണ് കിട്ടുക. ധനമാണെങ്കിൽ നുള്ളിപ്പിച്ചി ചെറുതായിട്ട് കിട്ടുന്നു. അത് ചെറുതായിട്ട് പല ഘട്ടങ്ങളായി കിട്ടുന്നു. അതേപോലെ കന്യകയാണെങ്കിൽ ഭ്രഷ്ടശ്ച കൊടുത്ത പോലെ ആ കന്യക തിരിച്ചു വരുന്നതല്ല. അതുകൊണ്ട് ഇത് എപ്പോഴും എല്ലാവരും ഓർമ്മിക്കുക. കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് ഈ 3 കാര്യങ്ങളും ഓർത്തു വയ്ക്കുക. കന്നിക്കൂറുകാർ പ്രത്യേകം ഓർമ്മിക്കുക. കന്നിക്കൂറുകാർക്ക് ധനം കടം കൊടുത്തിട്ട് കിട്ടാതെ വന്ന കേസുകളും വഴക്കുകളും ഒക്കെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മുഹൂർത്തം ഇന്ന് തെളിഞ്ഞു വരികയാണ്. വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിലുണ്ടായിരുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുന്ന ദിവസമായിരിക്കും.
പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ചെറുതായി ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. മേലധികാരികളുമായി ചില തർക്കങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ജീവിത സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും പുതിയ തീരുമാനങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട മാറ്റങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. അംഗീകാരങ്ങൾ ലഭിക്കുവാനും കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടുവാനുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചിലവ് വർദ്ധിക്കുന്ന ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വന്നേക്കാം. കച്ചവടക്കാർക്ക് പെട്ടെന്ന് ഒരു വലിയ കച്ചവടം നടക്കുകയും അതേപോലെ പെട്ടെന്നൊരു നഷ്ടം വരികയും ചെയ്യും. അതായത് 1000 കിട്ടുമ്പോൾ 2000 പോകുന്ന ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കണക്കുകളും കാര്യങ്ങളുമൊക്കെ ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. മറ്റ് ചില മാനസിക സംഘർഷങ്ങൾ കൊണ്ട് സ്വന്തം തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുന്നതാണ്. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കും മാനസികമായ ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്ന ദിവസമാണ്. എഴുത്തുകാർക്കോ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കോ ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ തീരദേശത്ത് താമസിക്കുന്നവർക്കും അതുപോലെ മല പ്രദേശത്ത് താമസിക്കുന്നവർക്കുമൊക്കെ ചില പ്രകൃതി നിന്നുണ്ടാകുന്ന ചില ആക്രമണങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ പ്രകൃതിദത്തമായ ചില വിപരീത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ മൂലം തൊഴിൽ ചെയ്യുവാനോ അല്ലെങ്കിൽ ജോലിക്ക് കയറുവാനോ ഒക്കെ ചില ബുദ്ധിമുട്ടുണ്ടാകുന്ന ദിവസമാണ്. ചിലപ്പോൾ ചില അസുഖങ്ങൾ പിടിപെടുവാനും സാധ്യതയുണ്ട്. പങ്കാളിയുടെ സഹകരണവും സ്നേഹവും മൂലം ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്തിരിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ദിവസമാണ് ഇന്നെന്ന് കാണുന്നു. പുതിയ വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഒക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു തീരുമാനം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ധനം വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങൾ ഉണ്ടാകാൻ വിഷമിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിവാഹം നടക്കാതെ ഒരുപാട് നാളുകളായി കാത്തു നിൽക്കുന്നവർക്ക് ഇന്ന് അപ്രതീക്ഷിതമായ ഒരു സുഹൃത്ത് മുഖാന്തരം ഒരു വിവാഹാലോചന വരുവാനും അത് മുമ്പോട്ട് പോകുവാനും വിവാഹത്തിലെത്തുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായിരിക്കുകയില്ല. എന്നാൽ ബാങ്കുകൾ നടത്തുന്നവർക്ക്, പ്രൈവറ്റ് ബാങ്കുകൾ നടത്തുന്നവർക്കൊക്കെ ചില നിയമപരമായ നടപടികൾ തന്നെ നേരിടേണ്ടതായി കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. എഴുത്തുകാർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാകാരന്മാർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും അനാവശ്യമായ ഇടപെടൽ മൂലവും മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കടന്നു കയറി പ്രവർത്തിക്കുന്ന മൂലമൊക്കെ ഒരുപാട് പരാതികൾക്കും അല്ലെങ്കിൽ ശിക്ഷണ നടപടികൾക്കുമൊക്കെ സാധ്യതയുണ്ട്. യുവാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കൂട്ടുകെട്ടുകളിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾ ഭാവിയെ വളരെയധികം ബാധിച്ചേക്കാം. വിദേശത്ത് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഭാവി അല്ലെങ്കിൽ മിലിറ്ററിയിലോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഒക്കെ സെലക്ഷൻ കിട്ടി നിൽക്കുന്ന പുരുഷന്മാരെ, ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കുക. പെൺകുട്ടികളും ശ്രദ്ധിക്കുക. അവരുടെ ഇന്നത്തെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരികയും ചില നിയമപരമായ ഇടപാടുകളിൽ ചെന്ന് പെടാനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഇന്ന് കൂട്ടുകെട്ടുകളും കൂട്ടുകൂടലുമൊക്കെ നിർത്തിവെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ജോലിയെ തന്നെ അത് ബാധിക്കുകയും അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്.
ഇതൊഴിച്ചാൽ വളരെയധികം നല്ല ദിവസമായിരിക്കും ഇന്ന്. എഴുത്തുകാർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും അഭിനേതാക്കൾക്കുമൊക്കെ നല്ല ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവർക്കും നല്ല ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അതുപോലെ കായികമായി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷ ഉളവാകുന്ന രീതിയിലുള്ള വിത്തുകളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ജലസേചനത്തിനുള്ള സാഹചര്യങ്ങളോ ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആനുകൂല്യങ്ങളുണ്ടാകുന്ന ദിവസമാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതേപോലെ തവണകളായി പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് അത് ലഭിക്കുവാനോ ചെറിയ രീതിയിലുള്ള ലോട്ടറി അടിക്കുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ചിട്ടി വീഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി കാണുന്നൊരു ദിവസമാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തികമായ ഒരു ഉയർച്ച മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് വിവാഹ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. സ്നേഹബന്ധങ്ങൾ വിവാഹത്തിലേക്ക് ചെന്ന് വിടാനുള്ള ഒരു സാഹചര്യവും തെളിഞ്ഞു വരാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക്, ചെറുകിട ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുവാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അത് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ചെസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉചിതമായ ചികിത്സാരീതി തേടേണ്ടതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ അനുഭവങ്ങളുള്ള ദിവസമാണ്. ജോലി തിരക്ക് വളരെയധികം വർദ്ധിക്കുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ഒരു ബന്ധത്തിലോട്ട് ഏർപ്പെടാനും പുതിയൊരു ജീവിത പങ്കാളി ജീവിതത്തിൽ വരാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അശ്രദ്ധ മാറ്റിയിട്ട് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഏഴരശനിയുടെ പോക്കായതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം അംഗീകാരം ലഭിക്കുകയും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുകയും ജോലി ഉറപ്പാകുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. ചിലർക്ക് ജോലി മാറ്റത്തിന് സാധ്യത കാണുന്നു. അത് പൂരുട്ടാതി നക്ഷത്രക്കാർക്കാണ്. ചില അത്ര തന്നെ അനുകൂലമായിരിക്കുകയില്ല ആ ജോലി മാറ്റം. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഉപാധി. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. എന്നാൽ വളരെയധികം അധ്വാനം ഉള്ള ഒരു ദിവസമായിരിക്കും. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വന്നേക്കാം. അതുകൊണ്ട് മനസ്സും ശരീരവും ക്ഷീണിക്കുവാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും ആരോഗ്യപരമായ ആഹാര രീതിയിലൂടെയും മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ പിടികൂടുവാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാതെ ബുദ്ധിമുട്ടി വയറ് കാഞ്ഞ് അസുഖങ്ങൾ ഒക്കെ വന്ന് രാത്രിയിൽ ബുദ്ധിമുട്ടാൻ സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഔദ്യോഗിക മേഖലയിൽ ജോലി ചെയ്യുന്ന സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കുകയും അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ധനം കെട്ടിക്കിടക്കുന്നത് റിലീസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരും എന്നുള്ള ഒരു സന്ദേശം ലഭിക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. പ്രമോഷനുകൾക്ക് സാധ്യത കാണുന്നു. അതുപോലെ ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷം പുനഃപ്രതിഷ്ഠിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അല്ലെങ്കിൽ അതിൻ്റെ പുനരുദ്ധാരണത്തിന് നിൽക്കുന്നവർക്കൊക്കെ ചില വിപരീതമായ ഫലങ്ങൾ നേരിടേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ കർമ്മം പൂർത്തിയാകുന്നതോടുകൂടി ചില നിർഭാഗ്യങ്ങൾ ഉണ്ടാകാറുണ്ട്.
അതുകൊണ്ട് കൂട്ടായ്മയോടുകൂടി വേണം അത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.